എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്മോൾ സാമ്പിൾസ് ഡ്രോൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ. അതായത് നമ്മളൊരു സാമ്പിൾ എടുത്തു, ആ സാമ്പിൾ എടുത്തത് നോർമൽ പോപ്പുലേഷൻ ആണെങ്കിൽ അതിന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ആണ് എന്നതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മളൊരു 3 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നോക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് നമ്മൾ x1, x2, എക്സെട്ര xn എന്ന് പറയുന്ന ഒരു റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്തു. ഈ റാൻഡം സാമ്പിൾസ് നമ്മൾ എവിടെ നിന്നാണ് നോർമൽ പോപ്പുലേഷന് സെലക്ട് ചെയ്യുന്ന സാമ്പിളിന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പൊ ഈ ഓരോ എക്സൈസും നമ്മൾ എടുത്തിരിക്കുന്നത് നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. അതായത് i = 1, 2, 3 എക്സെട്ര n. ഇനി നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഡിഫൈൻ ചെയ്യാണ്. അതിനെ കൈ സ്ക്വയർ എന്നാണ് പറയുന്നത്. കൈ സ്ക്വയർ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. അതിന് ഇങ്ങനെയാണ് എഴുതുക. കൈ സ്ക്വയർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സമ്മേഷൻ i = 1 to n xi minus mu by sigma whole square എന്നാണ്. അതായത് നമുക്കറിയാം xi മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ റാൻഡം വേരിയബിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തതാണ്. അതായത് ZI എന്ന് പറയുന്നതാണ് xi മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് എടുത്തു കഴിഞ്ഞാല് നമുക്കറിയാം. അതായത് ഇവിടെ ഒരു റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. അപ്പൊ നമ്മൾ ഈ റാൻഡം വേരിയബിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തതാണ് ZI എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ZI ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. സമ്മേഷൻ i = 1 to n ZI സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ കൈ സ്ക്വയർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ആദ്യം ZI സ്ക്വയറിന്റെ MGF കാണും, എന്നിട്ട് സമ്മേഷൻ i = 1 to n ZI സ്ക്വയറിന്റെ MGF കാണും. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണോ സിമിലർ ആവുന്നത് അതായിരിക്കും കൈ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് കൈ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോക്കാം. അതായത് MGF ഓഫ് ZI സ്ക്വയർ ഓഫ് t. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് e⁻ZI സ്ക്വയർ t എന്ന് എഴുതാം. നമ്മളിവിടെ പറഞ്ഞു ZI ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം ആണ്. അപ്പൊ ZI സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ -∞ to ∞ e⁻ZI സ്ക്വയർ ഇൻറ്റു t. ZIന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് നോർമൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/√2π e⁻1/2 ZI സ്ക്വയർ dz എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ 1/√2 കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എങ്ങനെ വരും? ഇന്റഗ്രൽ -∞ to ∞. ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് എഴുതാം. അതായത് e⁻1/2 ZI സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 - 2t എന്ന് എഴുതാം dz. ഇനി നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് പുട്ട് ZI into √1 - 2t = ui. അപ്പൊ എങ്ങനെ വരും? ഇവിടെ ZI ആണ് വേരിയബിള്. അപ്പോ ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് √1 - 2t dZI = dui എന്ന് വരും. ZIക്ക് +or- ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ യുഐക്കും നമുക്ക് എന്തെന്ന് കിട്ടും? +or - എന്ന് തന്നെയാണ് ലിമിറ്റ് കിട്ടുക. അപ്പൊ നമുക്ക് ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ
1/√2π ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി e⁻1/2. നമ്മൾ ZI√1 - 2t എന്ന് കൊടുത്തത്. അപ്പൊ ഇവിടെ UI² എന്ന് വരും. ഇവിടെ dZI എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ZI ആണ്. ഇവിടെ dZI എന്ന് പറഞ്ഞ് കിട്ടുന്നത് DUI ഡിവൈഡഡ് ബൈ √1 - 2t എന്നാണ്. DUI ബൈ √1 - 2t എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിനെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ എങ്ങനെ വരും? 1/√1 - 2t. ഇനി 2π അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി e⁻1/2 UI² ഡിവൈഡഡ് ബൈ √2π DUI എന്ന് വരും. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെൻസിറ്റി ആണ്. ഈ ഡെൻസിറ്റിനെ ഫുൾ റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. അതായത് ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(x) dx എന്ന് പറയുന്നത് നമുക്ക് 1 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇത് 1 എന്ന് കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ് മാത്രം വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 - 2t ഹോൾ റേസ് ടു -1/2 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് ZI² MGF ആണ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സമ്മേഷൻ i = 1 to n ZI² ആണ്. അപ്പൊ നമുക്ക് സമ്മേഷൻ i = 1 to n ZI² MGF എന്താണെന്ന് നോക്കാം. MGF ഓഫ് സമ്മേഷൻ i = 1 to n ZI² ഓഫ് t. നമ്മൾ എന്താന്ന് പഠിച്ചു? x1, x2, etc. xn റാൻഡം സാമ്പിൾ ആണെന്ന് പഠിച്ചു. അതായത് ഇതെല്ലാം എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. റാൻഡം സാമ്പിൾ എന്ന് നമ്മൾ മീൻ ചെയ്താൽ അത് ഇൻഡിപെൻഡന്റ് എന്നാണ്. അപ്പോൾ ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആണെന്ന് പഠിച്ചു. ഇതിൽ നിന്നാണ് നമ്മൾ ZI ഡിഫൈൻ ചെയ്തത്. അപ്പൊ നമുക്ക് പറയാം? ZIs എല്ലാം ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അതായത് ZI²കളെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമ്മുടെ MGFല് പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, അതായത് x1 ഇൻഡിപെൻഡന്റ് ടു x2 ആണെങ്കിൽ mx1 പ്ലസ് x2 ഓഫ് t എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് mx1 ഓഫ് t ഇൻറ്റു mx2 ഓഫ് t എന്ന് എഴുതാന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ട് റാൻഡം വേരിയബിൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിന്റെ സമ്മിന്റെ MGF എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ MGFന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? പ്രൊഡക്റ്റ് i = 1 to n m ZI² ഓഫ് t എന്ന് എഴുതാം. നമ്മൾ പിന്നെ പറഞ്ഞു ഇവിടെ എല്ലാ ZIകളും നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് എടുത്തത്. അപ്പൊ എല്ലാം എന്താണ്? ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് ഈ റാൻഡം സാമ്പിൾസ് എന്താണ്? IID ആണ്, ഇൻഡിപെൻഡന്റ് ആണ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ കണ്ടുപിടിച്ച MGF എല്ലാം സെയിം ആണെന്ന് പറയാം. അതായത് എല്ലാ ZIക്കും സെയിം MGF ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച MGF എന്താണ്? 1 - 2t ഓൾ റേസ് ടു -1/2 എന്നാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത് n ടൈംസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 - 2t ഓൾ റേസ് ടു -n/2 എന്ന് എഴുതാം. ഇത് നമ്മൾ മുന്നേ പഠിച്ചൊരു ഡിസ്ട്രിബ്യൂഷന്റെ MGF ആയിട്ട് സിമിലർ ആണ്. ഏതാണ് ഡിസ്ട്രിബ്യൂഷൻ? ഇപ്പൊ x എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് ഗാമ PM ആണ്. പാരാമീറ്റേഴ്സ് PM ആണെങ്കിൽ അതിന്റെ MGF നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു? 1 - t/m ഹോൾ റേസ് ടു -p എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 1/2 ആണ്. m = 1/2. അതുമായിട്ട് സിമിലർ ആണല്ലോ ഇത്. പിന്റെ സ്ഥാനത്ത് എന്താണ്? n/2 ആണ്. അപ്പൊ നമുക്ക് പറയാം ഗാമ ഡിസ്ട്രിബ്യൂഷനില് m എന്ന പാരാമീറ്ററിന് 1/2ഉം p എന്ന പാരാമീറ്ററിന് n/2ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് chi² ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമെന്ന് പറയാം. അപ്പൊ നമുക്കതൊന്ന് കൊടുത്തു നോക്കാം. നമ്മുടെ f(x) എന്തായിരുന്നു? അതായത് ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ ഡെൻസിറ്റി എന്തായിരുന്നു? m⁻p ഗാമ p e⁻−mx x⁻p−1 കൂടാതെ x > 0 എന്നായിരുന്നു. ഇതില്
എമ്മിന് 1/2 പിക്ക് n/2 കൊടുത്താൽ chi² സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് chi² എന്ന് പറയുന്നത് m⁻p ആണ്, അതായത് 1/2 n/2 ബൈ ഗാമ n/2 e⁻⁻1/2x. എക്സിന് പകരം ഇവിടെ chi² ആണ്, അപ്പൊ നമ്മളിവിടെ chi² എന്നാണ് കൊടുക്കുന്നത്. പിന്നെ chi² n/2 -1, കൂടാതെ റേഞ്ച് എങ്ങനെ വരും? chi² > 0 എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? chi² എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് ഫോളോ ചെയ്യുന്നത് chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ. ഇവിടെ നോക്കുകയാണെങ്കിൽ n മാത്രമേ ഉള്ളൂ, അപ്പൊ നമുക്കിത് പാരാമീറ്റർ n ആയിട്ട് എടുക്കാം. ഇതാണ് chi² ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് chi² എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് chi² വിത്ത് പാരാമീറ്റർ n ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ എമ്മിന് 1/2 പിക്ക് n/2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് chi² ഡിസ്ട്രിബ്യൂഷൻ കിട്ടും എന്ന് പറയാം. ഈ chi² ഡിസ്ട്രിബ്യൂഷനിൽ പാരാമീറ്റർ വരുന്നത് n ആണ്. ഇതിനെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാറുണ്ട്. അതെന്താണെന്ന് അടുത്തതായിട്ട് പറയാം. അതിനു മുന്നേ നമുക്ക് ഇതാണല്ലോ ഇതിന്റെ പാരാമീറ്റർ. അപ്പൊ ഇതിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഈ chi² ഗ്രാഫ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് നോക്കാം. അതായത് chi² ഡിസ്ട്രിബ്യൂഷൻ ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരും നോക്കാം. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ chi² വാല്യൂ, വൈ ആക്സിസിൽ എഫ് ഓഫ് chi² വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ്ലി സ്ക്യൂഡാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ എന്നിന്റെ വാല്യൂ സപ്പോസ് ഇവിടെ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നിന്റെ വാല്യൂ ഇവിടെ 1 ആണെങ്കിൽ ഇങ്ങനെ വരും. പിന്നെ എന്ത് വരും? എന്നിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇത് സിമ്മട്രിക്കൽ ഫോമിലേക്ക് മാറും. ഇവിടെ എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ ഇങ്ങനെ വരും. ഇനി എന്നിന്റെ വാല്യൂ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഒരു സിമ്മട്രിക്കൽ ഫോമിലേക്ക് പോകും. ഇതാണ് chi² ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് വരുന്നത്. ആക്ച്വലി ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്, പക്ഷെ എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് സിമ്മട്രിക്കൽ ഫോമിലേക്ക് പോകും. കൂടാതെ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? യൂണി മോഡലാണ്. അതായത് ഇതിന് ഒറ്റ മോഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നു പറഞ്ഞു. അതായത് നമുക്ക് പറയാം n ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ ഈ chi² എങ്ങോട്ട് പോകും? നോർമലിലേക്ക് ടെൻഡ് ചെയ്യും എന്ന് പറയാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത് സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ chi² ഡിസ്ട്രിബ്യൂഷൻ നോർമലിലേക്ക് ടെൻഡ് ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞു chi² എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്നത് chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ആണ് ഇവിടെ പാരാമീറ്റർ എന്ന് പറഞ്ഞു. ഇതിന് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. അപ്പൊ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് നമുക്കിനി ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. x1 + x2 + x3 = 10 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ x1 ഒരു പെർട്ടിക്കുലർ വാല്യൂ 5 കൊടുത്തു. x2 നമ്മളൊരു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x3 വാല്യൂ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? x3 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ x1 x2 വാല്യൂ ആണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. x3 വാല്യൂ നമുക്ക് ഇതുപോലെ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ. അപ്പൊ അത് ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ x3 വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? x2 x3 വാല്യൂ നമുക്ക് റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് x1 കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ x1 x3 വാല്യൂ നമുക്ക് റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക്
x2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആകെ 2 വേരിയബിളിന്റെ വാല്യൂസ് ആണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ വേരിയബിള് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ഓൾറെഡി നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇതൊരു ഇക്വേഷന്റെ കേസിൽ പറഞ്ഞതാണ്. ഇനി ഒരു ഡിസ്ട്രിബ്യൂഷന്റെ കേസിലോട്ട് പോകുമ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എത്ര ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻ ചൂസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഇപ്പൊ chi² ഡിസ്ട്രിബ്യൂഷനിൽ n ഒബ്സർവേഷനെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അവിടെ പറഞ്ഞു n റാൻഡം വേരിയബിൾസും എന്താണ്, ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞു, ഒന്നും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കിവിടെ n റാൻഡം വേരിയബിൾസിനെ അല്ലെങ്കിൽ ഒബ്സർവേഷനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു ഫ്രീഡം, നമുക്ക് ആ ഒരു ഫ്രീഡത്തിന്റെ ഡിഗ്രീനെയാണ്. അതായത് നമുക്ക് എത്ര എണ്ണത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടോ അത് എത്രയാണോ നമ്പർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം.